പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എല്ലാരും ഇങ്ങനെയാണ് പാടുന്നത്, സന്തോഷത്തോടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പാടിക്കേ. മഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. പാട്ടുപുസ്തകത്തില് 22 ഒന്ന് പാടിക്കേ. മഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിൽ വരണം, 22ാമത്തെ പാട്ട് തിരുഹിതമതു പുലരേണം. പാടിക്കേ. ചിന്നതനാം കർത്താവല്ലോ ബാബാ പുത്രൻ റൂഹ, നിത്യം വാഴും കർത്താവല്ലോ ബാബാ പുത്രൻ റൂഹ. ചിന്നതനാം കർത്താവല്ലോ ബാബാ പുത്രൻ റൂഹ. പാടിക്കേ. നിത്യം വാഴും കർത്താവല്ലോ ബാബാ പുത്രൻ റൂഹ. ബാബാ പുത്രൻ റൂഹായേ, നിത്യമഹോന്നത ദൈവമേ, പാടിക്കേ. നിൻ രാജ്യം ഭൂമിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. കൈകളടിച്ച് പുത്രൻ എല്ലാവരും കൈകളടിച്ചേ. മഹോന്നത പുറകിലൊക്കെ ചേർന്ന് എല്ലാരും കൈകളടിച്ച് രാജ്യം ഭൂമി വരണം, പുറകിലൊക്കെ ഒന്ന് കൈയടിച്ചേ. തിരുഹിതമതു പുലരേണം. ചേർന്ന് കൈയടിക്കാം. കൈകൾ ഉയർത്തി അടിച്ചേ. എല്ലാവരും നമ്മൾക്കൊരു ദൈവമുണ്ട്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ സ്നേഹമേ എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹത്തോടെ കൈകളടിച്ചെന്ന് ശരീരം നാട്ടി ചരാചര പാലകനല്ലോ പുത്രൻ റൂഹ. സകല കൃപാവരനായ കൈകളടിച്ച് ബാബാ പുത്രൻ റൂഹ. സൈന്യാധിപനാം കർത്താവല്ലോ ബാബാ പുത്രൻ റൂഹ. പരിപൂജിതനല്ലോ ബാബാ പുത്രൻ റൂഹ. ബാബാ പുത്രൻ റൂഹായേ, കൈകളടിച്ച് മഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. പാടിക്കേ. കൈയുയർത്തി റൂഹായേ, കൈയുയർത്തി. മഹോന്നത ദൈവമേ, യേശുവേ, രാജ്യം ഭൂമി വരണം, നിൻ തിരുഹിതമതു പുലരേണം. Praise the Lord. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് പോലെ വേണം സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. ഇതുപോലൊരു കടല്, നോക്കത്താ ദൂരത്തുള്ളൊരു കടല് ഒറ്റ വാക്കിനാൽ ദൈവം രണ്ടായി മാറ്റിയ ചെങ്കടൽ വിഭജിച്ച ഒരു ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. ആ ദൈവത്തിന് മുന്നിൽ നിന്ന് ബാബാ പുത്രൻ റൂഹായെ എന്ന് പറയുമ്പോൾ ഒന്നും കഴിക്കാത്ത മട്ടിലല്ല, എന്റെ ദൈവം എന്റെ മേലുള്ള സകല ചെങ്കടലും വിഭജിക്കാൻ കരുത്തുള്ള ദൈവമാണെന്ന ബോധത്തോടെ വിശ്വാസത്തോടെ വേണം പാടുവാൻ. അങ്ങനെ വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്താ പറഞ്ഞേ? കേൾക്കത്തില്ല. നല്ല പോലെ ഒന്ന് പറഞ്ഞേ, നല്ല പോലെ ഒന്ന് പറഞ്ഞേ, നല്ല പോലെ. ഇനി ഒരുമിച്ച് പാടാം. നമുക്ക് കൈകളടിച്ച് എല്ലാരും ഒന്ന് കൈയടിച്ചേ. 1 2 3 4. നിത്യമഹോന്നത സൃഷ്ടാവല്ലോ ബാബാ പുത്രൻ റൂഹ. സത്യമഹോന്നത രക്ഷകനല്ലോ ബാബാ പുത്രൻ റൂഹ. ആദിയുമന്തവുമായവനല്ലോ ബാബാ പുത്രൻ റൂഹ. പരിപാവനല്ലോ ബാബാ പുത്രൻ റൂഹ. ബാബാ പുത്രൻ റൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. ബാബാ പുത്രൻ റൂഹായേ, യേശുവേ, മഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിൽ വരണം, നിൻ തിരുഹിതമതു പുലരേണം. ദൈവം തെരഞ്ഞെടുത്ത വിശ്വാസികളായ നമ്മൾ
ഈ സാഗരങ്ങളെ ശാന്തമാക്കിയ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനീ ജീവിതം? സങ്കീർത്തനം 34:5 പറയുന്നു, അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരെല്ലാം പ്രകാശിതരായെന്ന്. കൈകളടിച്ച് ഒരുപോലെ എല്ലാവരും സഹോദരങ്ങളെ, നമ്മൾ ആരെയല്ല സ്തുതിക്കുന്നത്? ഒരു നേതാവിനെയല്ല സ്തുതിക്കുന്നത്. നമ്മൾക്കൊരു നേതാവേ ഉള്ളൂ, നമ്മൾക്കൊരു ദൈവമേ ഉള്ളൂ. അവൻ യേശുവാണ്. ഈ നിത്യബലിയിൽ ഇറങ്ങി വരുന്ന യേശു. ആ വിശ്വാസത്തോടെ കൈകളടിച്ച് പാടിക്കേ. പാട്ടുപുസ്തകം കൂടെ നോക്കിക്കൊണ്ട് പേപ്പർ കടല അവൻ മഹോന്നതൻ ഒന്ന് പാടിക്കേ. മഹോന്നതൻ ജീവിതദായകൻ അവൻ നിരാമയൻ വിശ്വാസത്താൽ പാടിക്കേ. ഒരേ ഒരു രക്ഷകൻ യേശുവേ മഹോന്നതൻ കൈകളടിച്ച മഹോന്നതൻ എല്ലാവരും ജീവിതദായകൻ അവൻ നിരാമയൻ വിശ്വാസത്താൽ സത്യവും ജീവനും മാർഗവുമാ നിത്യസ്നേഹം തരും മോചകൻ സത്യവും ജീവനും മാർഗവുമാ പുറകിലൊക്കെ സ്നേഹം തരും മോചകൻ ഒരേ ഒരു രക്ഷകൻ യേശുവേ മഹോന്നതൻ വിളിച്ചേ മഹോന്നതൻ നിതാന്ത ജീവിതദായകൻ അവൻ നിരാമയൻ നിരാമയൻ എല്ലാവരും തീരകളും നീരകളും മുന്നിൽ വഴിയൊരു വരവേൽക്കയാ യേശുവേ മനത്തോടാ കൊടും കാറ്റെന്നലായി പാടിക്കേ. തീരകളും മലനിരകളും മുന്നിൽ വഴിയൊരു വരവേൽക്കയായി യേശുവേ അണയുമ്പോൾ പദമലത്തോടാൻ കൊടും കാറ്റും തെന്നലായി മാറവേ അമലസുതൻ പാവനൻ ചൊരിയുകയാൽ കൃപാവനം പറഞ്ഞേ. അമലസുതൻ പാവനൻ ചൊരിയുകയായി കൃപാവനം ഒരേ ഒരു രക്ഷകൻ ഒരേ ഒരു വലതുകൈ ഉയർത്തി. അവൻ മഹോന്നതൻ കൈകൾ ഉയർത്തി പറഞ്ഞേ. മഹോന്നതൻ കൈകൾ ഉയർത്തി. ശാന്ത ജീവിതദായകൻ അവൻ നിരാമയൻ നിരാമയൻ എവിടെയെല്ലാം ദൈവം എന്നെ താങ്ങിയതാ. എന്റെ ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നീയല്ലാതെ മറ്റൊരു ദൈവമില്ല. വിശ്വാസത്താൽ കൈകളുയർത്തി എല്ലാരും ചേർത്ത് പാടിക്കേ. മരുവനങ്ങളും പനികളും നവപദങ്ങൾ നൽകി ചെവിയോർക്കയായി യേശുവേ ആടുവിൻ നാമം വാഴ്ത്തുവിൻ പുണ്യമേറിയേകുമാദർശനം മരുവനങ്ങളും പാടിക്കേ. പനികളും നവപദങ്ങൾ നൽകി ചെവിയോർക്കയായി സ്തുതി പാടുവിൻ നാമം വാഴ്ത്തുവിൻ പുണ്യമേറിയേകുമാദർശനം തിരിയുകില്ല നീതിമാൻ കനിവരുളും നിരന്തരം പിരിയുകില്ല നീതിമാൻ കനിവരുളും നിരന്തരം എല്ലാരും ഒരേ ഒരു രക്ഷകൻ അവൻ മഹോന്നതൻ മഹോന്നതൻ നിതാന്ത ജീവിതദായകൻ അവൻ നിരാമയൻ നിരാമയൻ സത്യവും ജീവനും മാർഗവുമാ നിത്യസ്നേഹം തരും മോചകൻ പാടിക്കേ. സത്യവും ജീവനും മാർഗവുമാ നിത്യസ്നേഹം തരും മോചകൻ ഒരേ ഒരു രക്ഷകൻ അവൻ മഹോന്നതൻ മഹോന്നതൻ നിതാന്ത ജീവിതദായകൻ അവൻ നിരാമയൻ നിരാമയൻ വിശ്വാസത്താൽ നിങ്ങൾ ഏതു പ്രശ്ന
കവിയുകയായി കൃപാവരം അമലസുരൻ പാവനം കവിയുകയായി കൃപാവരം ഒരേ ഒരു രക്ഷകൻ അവൻ മഹോന്നതൻ മഹോന്നതൻ മുകളിലേക്ക് ജീവിതതായ ഒന്ന് പറഞ്ഞേ നിരാമയൻ നിരാമയൻ സത്യവും ജീവനും നോക്കിക്കേ മുകളിലേക്ക്. എനിക്കൊരു ദൈവമുണ്ട്. സത്യവും ജീവനും വിശ്വാസത്താൽ യേശുവേ എന്ന് വിളിച്ചേ, കൃപയാൽ വിളിച്ചേ. മഹോന്നതൻ ജീവിതദായ നിരാമയൻ നിരാമയൻ. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നല്ല പോലെ പറഞ്ഞേ, വിശ്വാസത്താൽ പറഞ്ഞേ. സഹോദരങ്ങളെ, ഈ വേളയിലുള്ള ജനം, നിങ്ങൾ തളരരുത്. സഹോദരങ്ങളെ, പ്രശ്നങ്ങളെ തകർക്കുവാൻ നിങ്ങൾക്ക് മറ്റൊന്നും നമ്മൾക്ക് ചെയ്യുവാനില്ല. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞവന്റെ വലിയ ശക്തിയും ആ വാക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ച വചനവും നമ്മുടെ കൂടിയുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടിയുണ്ട്. ആ വലിയ ബോധത്തോടെ നിങ്ങളുടെ വലതുകരം മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിന് ഹല്ലേലൂയ വിളികൾ മുഴങ്ങുന്ന സമയമാണ്. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വിരിയുന്ന സമയമാണ്. ദൈവത്തിന്റെ ഹല്ലേലൂയ അതെന്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന ബോധത്തോടെ എന്റെ ജീവിതത്തിന്റെ മേൽ ഏത് തരത്തിലുള്ള പ്രശ്നത്തെയും ദൈവം ഇന്ന് ഇവിടെ അനുഗ്രഹം ചൊരിയുമെന്നുള്ള ബോധത്തോടെ തളർന്ന എന്റെ മകൻ എഴുന്നേറ്റ് നിൽക്കും. ക്യാൻസർ പിടിച്ച എന്റെ കുടുംബാംഗം കർത്താവിന്റെ കൃപയാൽ സൗഖ്യം പ്രാപിക്കും. വിശ്വാസത്താൽ കൈകളുയർത്തിയത് സ്തുതിച്ച് എല്ലാവരും നല്ലപോലെ ഒന്ന് സ്തുതിച്ചേ. ദൈവമാതാവിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് നമ്മിലേക്കും അവിടുത്തെ വചനത്തെ നൽകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ദൈവം ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്വന്തമാക്കുവാൻ വേണ്ടി ദുഷ്ടന്റെ ലോകത്ത് നമ്മെ വീണ്ടെടുത്ത് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഈ രാത്രിയിൽ നമ്മെ സന്ദർശിക്കുകയാണ്. അവിടുത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ചു മഹത്വപ്പെടുത്തുകയാണ്. അവിടുത്തെ ആത്മാവിനെ അയക്കണമേ. അവിടുത്തെ വചനത്തെ തെറ്റില്ലാതെ മനസ്സിലാക്കുവാൻ, വചനത്തിന്റെ അനുസരണത്തിൽ ജീവിക്കുവാൻ, ആത്മീയ എളിമയിൽ ജീവിക്കുവാൻ, ജ്ഞാനത്തിൽ ജീവിക്കുവാൻ, ആത്മാവിന്റെ നിറവിൽ ജീവിക്കുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ തരത്തിലുള്ള പ്രതികൂലങ്ങളെയും, അന്ധകാരമൊരുക്കുന്ന, ദുഷ്ടനൊരുക്കുന്ന, ശത്രു ഒരുക്കുന്ന എല്ലാ കെണികളെയും തകർക്കുവാൻ തക്കവിധം അവിടുത്തെ വചനത്തിന്റെ അറിവിനെ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഈ സമയത്ത് ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുന്ന, ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാൻ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെയും, അനുസരണക്കേടിന്റെ എല്ലാ പോരുകളെയും, എല്ലാ അന്തിക്രിസ്തുവിന്റെ സ്വാധീനങ്ങളെയും ഞങ്ങളിതാ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സൗഖ്യം ഒഴുകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ, സമാധാനം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ജനം അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവേ, നീ രാജാവായി വരണമേ. നിന്റെ സിംഹാസനം ഈ ജനസമൂഹത്തിന്റെ മധ്യേ അങ്ങ് സ്ഥാപിക്കണമേ. യേശുവേ, ഞങ്ങളുടെ കൂടെ അങ്ങുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഈ ദാസനെയും അങ്ങ് വിശുദ്ധീകരിക്കണം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവിടുത്തെ വചനത്തിന് അങ്ങ് സാക്ഷി നൽകണമെന്ന്, അവിടുന്ന് മാനിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സ്വർഗ്ഗത്തിലെ പിതാവേ, ആമേൻ. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുക: ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. ഹല്ലേലൂയ. വീണ്ടും 13-ാമത്തെ വചനം പറയുകയാണ്: ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്, മാരകമായ വിഷം അവയിൽ ഇല്ല. പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല, നീതി അനശ്വരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ച് വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. പ്രിയപ്പെട്ട ദൈവജനമേ, വീണ്ടും മരണത്തിന്റെ വലിയ പിടുത്തത്തിൽ നിന്ന്, സ്വാധീനത്തിൽ നിന്ന് ജീവനിലേക്ക് തിരികെ വരുവാനും, നാശത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് തിരികെ വരുവാനും തിരുസഭയും ദൈവത്തിന്റെ ആത്മാവും ഈ രാത്രിയിൽ നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവം നമ്മെ പാപ മോചനം നൽകി അനുഗ്രഹിക്കുവാൻ, പാപപരിഹാരമായി കാൽവരിയിലെ കുരിശിൽ
രക്തം ചിന്തി മരിച്ച ഒരു ദൈവം തന്റെ സ്നേഹം കൊണ്ട്, തന്റെ കരുണ കൊണ്ട് നമ്മെ വിളിക്കുകയാണ്. നാം വിടുതൽ പ്രാപിക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും ജീവൻ പ്രാപിക്കുവാനുമായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ദൈവം ഈ രാത്രിയിൽ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നറിയുവാനായിട്ട്. ദൈവം നമ്മെ പാപബോധത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും വിളിക്കുമ്പോൾ നമ്മളെ ആത്മീയമായ എളിമയിൽ നിന്നുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാനും അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളെയും ലംഘനങ്ങളെയും പാപങ്ങളെയും ഓർത്ത് വിലപിക്കുവാൻ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത് എന്ന് ജോയേൽ പ്രവചനം 2:12-13 വാക്യങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ദൈവവചനത്തിന് ആത്മാർത്ഥമായി പ്രത്യുത്തരം കൊടുക്കുവാൻ, മറുപടി കൊടുക്കുവാൻ ഈ രാത്രിയിൽ ദൈവം നമ്മെ കുടുംബമായി വിളിക്കുകയാണ്, വ്യക്തിപരമായി വിളിക്കുകയാണ്. ദൈവം സഭാ സമൂഹമായി നമ്മെ വിളിക്കുകയാണ്, നമ്മെ വിശുദ്ധീകരിക്കുവാനും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുവാനും നമ്മുടെ മക്കളെ എല്ലാം ആത്മാവിന്റെ നവീകരണത്താൽ, ജീവിത നവീകരണത്തിന്റെ ഒരു അഭിഷേകം നൽകി വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവരുവാനും ദൈവം നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, കൈകൾ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാണ് ദൈവം? എന്താണ് പാപം? പാപത്തിന്റെ പ്രശ്നം എന്താണ്? പാപം നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെല്ലാമാണ് പ്രതികൂലമായി കൊണ്ടുവരിക? പാപത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? അതിനെ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യേണ്ടത്? അഥവാ അതിനെ മാറ്റുവാനായി ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ ദൈവ സ്നേഹത്തിന് മുമ്പിൽ എളിമയോടെ സ്വയം സമർപ്പിക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് എല്ലാവർക്കും നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് പാപം? ദൈവം എങ്ങനെയാണ് പാപത്തെ നിർവചിക്കുക? പാപത്തെപ്പറ്റി ദൈവത്തിന്റെ വചനം എന്താണ് നമ്മോട് പറയുക? നമ്മുടെ എല്ലാ ധാരണകളെയും ഒരുപക്ഷെ ദൈവത്തിന്റെ വചനം തിരുത്തുമ്പോൾ, മാറ്റുമ്പോൾ അതിനെ സ്വീകരിക്കുവാനുള്ള ഒരു എളിമ നമുക്ക് ഈ രാത്രിയിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണ് പാപം? യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും: ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ ലോകത്തെ, ജനത്തെ പാപത്തെപ്പറ്റി ഓർമ്മിപ്പിക്കും. ജനം എന്നിൽ വിശ്വസിക്കായകയാൽ ലോകം എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെപ്പറ്റി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും. ഹല്ലേലൂയ. പാപബോധം തരും പരിശുദ്ധാത്മാവ് ലോകം ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട്. എന്താണ് പാപം? ദൈവത്തിന്റെ കണ്ണുകളിൽ പാപം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള അവിശ്വാസമാണ്. യേശുവിനെ ദൈവമായും ഏക രക്ഷകനായും ലോകരക്ഷകനായും ഏറ്റെടുക്കുവാനുള്ള തടസ്സമാണ്. ആ വിശ്വാസം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ വിശ്വാസത്തെ പ്രകാശിപ്പിക്കുവാനും ആ വിശ്വാസത്തെ പ്രകടിപ്പിക്കുവാനും ജീവിക്കുവാനുമുള്ള എല്ലാ പ്രത്യാഘാതങ്ങളും, എല്ലാ പ്രതിബന്ധങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ തീരുമാനങ്ങളും, ആശയപരമായ എല്ലാ പ്രതിബന്ധങ്ങളും പാപമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ഈ രാത്രിയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യസ് ലേഖനം 16-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ശാപം? എന്താണ് ദുരിതം എന്ന് പറയുക? എന്താണ് തടസ്സം എന്ന് പറയുക? 1 കൊരിന്ത്യസ് ലേഖനം 16-ന്റെ 22 പറയുകയാണ്: ആരെങ്കിലും കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, യേശുവിനെ സ്നേഹിക്കാതിരിക്കുന്നതാണ് പ്രിയപ്പെട്ട ദൈവജനമേ ലോകത്തിൽ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ, ഒരു തലമുറയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാതിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ, ആഗ്രഹിക്കുന്ന അളവില്, ആഗ്രഹിക്കുന്ന വിധത്തില് സ്നേഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഏറ്റവും ഗൗരവമേറിയ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട വളരെ ഗൗരവമായ ഒരു കാര്യമുണ്ട്. ദൈവം പാപിയെ സ്നേഹിക്കുന്നവനാണ്. ദൈവം പാപത്തെ വെറുക്കുമ്പോഴും, പാപത്തിന്റെ കണക്കെടുക്കുമ്പോഴും, പാപത്തിന് ശിക്ഷ വിധിക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ഈ ഒരു സത്യം കടന്നു വരണം: ദൈവം എന്നെയും നിങ്ങളെയും സകല പാപികളെയും സ്നേഹിക്കുന്നു. കാൽവരിയിലെ കുരിശ് ദൈവം പാപിയെ സ്നേഹിക്കുന്നു എന്നതിന്റെ ദൃശ്യമായ അടയാളമാണ്, ചരിത്രത്തിന്റെ സ്മാരകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പാപികളെ അന്വേഷിച്ചു വന്നവനാണ്. ദൈവം പാപിയെ സ്നേഹിക്കുന്നവനാണ്. പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ മനസ്സ് കാണിച്ച ഒരു ഏക ദൈവത്തിന്റെ നിത്യ സ്മാരകമായി നമ്മുടെ മുമ്പിൽ ഇതാ
ക്രൂശിത രൂപം നിൽക്കുകയാണ്. അതുകൊണ്ട് ആർക്കും ഒരു ഭയം ഈ രാത്രിയിൽ കടന്നു വരേണ്ട ആവശ്യമില്ല. ദൈവം എന്റെ പാപങ്ങൾ ക്ഷമിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ദൈവം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ വേണ്ടിയാണ് ചരിത്രത്തിൽ കാൽവരിയിലെ കുരിശിൽ അവൻ മരിച്ചത്. അവൻ രക്തം ചിന്തി മരിച്ചത്. അവൻ വിലപിച്ചത് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു എന്ന് ഓരോ പാപിക്കും പകരമായി കാൽവരിയിലെ കുരിശിൽ നിലവിളിച്ചു മരിച്ച ഒരു ദൈവത്തിന്റെ സ്നേഹം ഈ രാത്രിയിൽ ഏറ്റെടുക്കുവാൻ ദൈവാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എത്ര കൊടിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, അത് പാപത്തിന്റെ പ്രവർത്തികൾ എടുത്തതാണെങ്കിലും, ഹൃദയത്തിലെ വിചാരങ്ങളിലെ അകൃത്യമാണെങ്കിലും, വഷളത്വമാണെങ്കിലും, പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവായ യേശു നിന്നോട് പറയുകയാണ്, നമ്മോട് ഓരോരുത്തരും പറയുകയാണ്, നമ്മുടെ പാപത്തിന്റെ വലിപ്പം നോക്കാതെ, പാപത്തിന്റെ കാഠിന്യം നോക്കാതെ, പാപത്തിന്റെ മ്ലേച്ഛതയുടെ ഏറ്റവും വൃത്തികെട്ട രൂപം നോക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഈ രാത്രിയിൽ നമ്മുടെ പാപങ്ങളോട് കരുണ കാണിച്ച് നമ്മളോട് ക്ഷമിക്കുവാൻ തയ്യാറാണെന്ന് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. യേശു തന്റെ കുരിശിൽ മരിക്കുന്ന സമയം തന്നോട് കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പാപി, ഒരു കള്ളൻ, ഒരു നീചപാപി യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, നീ നിന്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന എത്ര വേഗത്തിലാണ് പ്രിയപ്പെട്ട ദൈവജനമേ. ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ, ഒരു നിമിഷം പോലും വൈകാതെ യേശു ഈ പാപിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ്. യേശു പറയും, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ സ്വർഗരാജ്യത്തിൽ പർദീസയിലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം വെറുക്കുന്നത് പാപത്തെയാണ്. അതിലും കൂടുതലായി ദൈവം വെറുക്കുന്നു പാപത്തെ മറച്ചുവെക്കുന്ന ഹൃദയ കാഠിന്യത്തെ, ആത്മീയ അഹങ്കാരത്തെ. ഹൃദയത്തിന്റെ കാഠിന്യത്തെ ദൈവം വെറുക്കുകയാണ്. കാപട്യത്തെ ദൈവം വെറുക്കുകയാണ്. ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയല്ല വൈദ്യൻ, അവൻ രോഗികൾക്ക് വേണ്ടിയാണ്. പാപികളെ അന്വേഷിച്ചാണ് ഞാൻ വന്നത്, നീതിമാന്മാരെ അന്വേഷിച്ചല്ല എന്ന് പറയുന്ന ക്രിസ്തു സ്നേഹം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴും അറിയണമേ, പാപം ആത്മാവിനെ കൊല്ലുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണമേ, പാപം ആത്മാവിനെ കൊല്ലുന്നതാണ്. ഒരു ക്യാൻസറിന് ആത്മാവിനെ കൊല്ലുവാനായിട്ട് സാധിക്കുകയില്ല. എയ്ഡ്സിന് ആത്മാവിനെ കൊല്ലുവാനായിട്ട് സാധിക്കുകയില്ല. ഈ ഭൂമിയിലെ ഒരു മാരക രോഗത്തിനും ഒരു ബോംബിന് പോലും നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ പാപം രോഗത്തെക്കാളും അണുബോംബിനേക്കാളും തീയേക്കാളും ഏറ്റവും വലിയ വിനാശകരമായ അപകടത്തെക്കാളും ഗൗരവമുള്ളതാണ് പാപം. പാപം നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നതാണ്, കൊല്ലുന്നതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപത്തെ വെറുക്കണം. ഏതൊരു ഭീകര രോഗത്തെയും വെറുക്കുന്നതിനേക്കാൾ അധികമായി, ഏത് ഭീകര രോഗത്തെയും മാരക രോഗത്തെയും ഭയപ്പെടുന്നതിനേക്കാൾ അധികമായി നാം പാപത്തെയും പാപ സ്വഭാവത്തെയും പാപ സാഹചര്യങ്ങളെയും പാപം നമ്മിലേക്ക് കൊണ്ടുവരുവാനും തരുവാനും സാധ്യതയുള്ള സൗഹൃദ ബന്ധങ്ങളെയും എല്ലാ തരത്തിലുള്ള ഇടപാടുകളെയും വെറുക്കണമെന്ന്, ഭയക്കണമെന്ന് പാമ്പിനെ കണ്ട് ഭയന്നോടുന്നത് പോലെ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും പാപ വഴികളെയും പാപ രീതികളെയും കണ്ട് ഭയന്നോടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. യേശു ഇങ്ങനെ പറയും, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 30, 31, 32 വാക്കുകളിൽ യേശു കർത്താവ് ഇങ്ങനെ പറയും, നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചുഴന്നെടുത്ത് ദൂരെ എറിയുക. ഇരു കണ്ണുകളുമായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ, നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണില്ലാതെ സ്വർഗരാജ്യത്തിലേക്ക്, ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കൈയോ നിന്റെ കാലോ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ, പാപകാരണമാകുന്നുവെങ്കിൽ അത് നീ വെട്ടി ദൂരെ എറിയുക. കാരണം ഇരു കൈകളുമായി നരകാഗ്നിയിലേക്ക് വീഴുന്നതിനേക്കാൾ നല്ലത് അംഗവിഹീനനായി സ്വർഗരാജ്യത്തിലേക്ക്, നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. എത്രമാത്രം വേദനയോടും എത്രമാത്രം ആത്മീയ അച്ചടക്കത്തോടും കൂടെ നാം ജീവിക്കണമെന്നതിന്റെ വലിയ സാക്ഷ്യമായി ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ട ദൈവജനമേ, അംഗഹീനനാകുന്നതാണ് പാപം ചെയ്ത് നിത്യജീവനിലേക്ക് സർവാംഗ വിഭൂഷിതനായി പോകുന്നതിനേക്കാൾ നല്ലതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പാപത്തെ നാം വെറുക്കണം. പാപം ഭീകരമാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വചനമുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 16:26, ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ സകല സൗഭാഗ്യങ്ങളെക്കാളും, ലോകം തരുന്ന സകല നന്മകളെക്കാളും ഉപരിയാണ് നമ്മുടെ ആത്മാവിന്റെ
നിത്യമായ അവസ്ഥ, ആത്മാവിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഒരു കുറ്റബോധത്തിന്റെ ആധിക്യത്തിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ പാടില്ല. ദൈവം നമ്മുടെ സകല പാപവും ക്ഷമിക്കുമെന്ന് 1 യോഹന്നാൻ 1:9 ഹല്ലേലൂയ ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ്. സകല പാപങ്ങളും ദൈവം നമ്മോട് ക്ഷമിക്കും. അവന്റെ രക്തം, യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളെയും കഴുകി നമ്മെ വിശുദ്ധീകരിക്കുമെന്ന് 1 യോഹന്നാൻ 1:7, എഫേസ്യസ് ലേഖനം 1:7, റോമാലേഖനം 5:9, വെളിപാട് പുസ്തകം 1:5-6 നമുക്ക് ഉറപ്പ് തരുകയാണ്. പാപത്തെ മോചിപ്പിക്കുന്ന, പാപത്തെ കഴുകിക്കളയുന്ന ക്രിസ്തുയേശുവിന്റെ നമുക്ക് വേണ്ടി ബലിയായി തീർന്ന, യാഗമർപ്പിച്ച, ഏക ബലിയർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ ഇതാ നമുക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പ്രേരണ തരുകയാണ്. ഹൃദയം കഠിനമാക്കരുത്. എത്രമാത്രം കടുംചുവപ്പാണെങ്കിലും, എത്രമാത്രം മോശമാണെങ്കിലും തിരികെ വാ, മടങ്ങി വാ, വേഗത്തിൽ എന്റെ അടുത്തേക്ക് വാ, ഞാൻ മഞ്ഞുപോലെ വെളുപ്പിക്കാം എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ സ്വരത്തിനു വേണ്ടി സ്വരം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. അതിന് നമുക്ക് അനുസരണമുള്ളവരായി മാറാമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് നമുക്ക് ഇന്ന് വാഗ്ദാനം കൊടുക്കാം. യേശു പട്ടാപ്പകല് പാപം ചെയ്ത ഒരു സ്ത്രീയെ ജനസമൂഹം അവന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശു അവളോട് ഇങ്ങനെ പറയും, ആരും നിന്നെ വിധിച്ചില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. എന്നാൽ ഇനിമേൽ നീ പാപം ചെയ്യരുത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. എന്നാൽ ഇനിമേൽ നീ പാപം ചെയ്യരുത്. യേശു നമ്മോട് പറയുകയാണ്, മകളെ, മകനെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. എന്നാൽ നീ ഇനിമേൽ പാപം ചെയ്യരുത്. ഈ രാത്രി ദൈവം വിലക്കിയതെല്ലാം ഉപേക്ഷിക്കുവാനുള്ള രാത്രിയാണ്. ജഡത്തിന്റെ സകല ദുർമോഹങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിലേക്ക് ചേർത്ത് നിഷ്കാസനം ചെയ്ത് ക്രൂശീകരിച്ച് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ കൈകളിൽ സ്വയം സമർപ്പിക്കാനുള്ള രാത്രിയാണ് ഈ രാത്രി. ഈ രാത്രി നമുക്ക് എന്നേക്കുമായുള്ള ഒരു വിമോചനത്തിന്റെ, വിടുതലിന്റെ, സൗഖ്യത്തിന്റെ, അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം തുടക്കത്തിലെ കണ്ടു, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാതിരിക്കുന്നതാണ്, യേശു ക്രിസ്തുവിലുള്ള അവിശ്വാസമാണ് ഏറ്റവും വലിയ പാപം. ഇത് പഴയ നിയമത്തിലും പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലും ദൈവം തന്റെ കൽപ്പനയിൽ ഇങ്ങനെ പറയും, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. എല്ലാവരും കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പാപത്തിന്റെ ആന്തരികമായ അവസ്ഥയെ പാപപ്രവർത്തികളിലൂടെ പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന നമ്മോട് ഇങ്ങനെ പറയുകയാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 81-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വളരെ വ്യക്തമായി പറയുകയാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. 43-ാം അധ്യായം യേശയ്യാ പ്രവചനം 10-11 വാക്യങ്ങളിലും 13-ാമത്തെ വാക്യത്തിലും ദൈവം വളരെ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, ഞാനാണ് ദൈവം, എനിക്ക് മുമ്പോ പിമ്പോ മറ്റൊരു ദൈവവും ഇല്ല. പ്രപഞ്ചത്തിന് ഒരു ദൈവമേ ഉള്ളൂ, എനിക്കും നിങ്ങൾക്കും സകല ലോകത്തിനും ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ പേരാണ് യേശു മിശിഹ, യേശു ക്രിസ്തു, ഈശോ മിശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പ്രലോഭിപ്പിക്കുവാൻ സാത്താൻ വരുന്നുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം ഇത് വായിക്കുന്നുണ്ട്. 3-ാമത്തെ ശ്രമത്തില് സാത്താൻ യേശുവിനോട് എന്താണ് പറയുക? പ്രലോഭനത്തിന്റെ 3-ാമത്തെ അവസരത്തില്, 3-ാമത്തെ ശ്രമത്തില് ദൈവമായ കർത്താവായ യേശുവിനോട് സാത്താൻ എന്താ പറയുന്നത്? സാത്താൻ ഇങ്ങനെ പറയും, ലോകവും അതിന്റെ സകല മനോഹാരിതയും സമ്പത്തും കാണിച്ചിട്ട്